പല പേരൻസും പറയുന്ന ഒരു പ്രശ്നമാണ് കുട്ടികൾ വാശി പിടിക്കുന്നു, അമിതമായിട്ട് മൊബൈലിന് വേണ്ടിയിട്ട് പിടിവാശി പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾ നമ്മളടുത്ത് വരാറുണ്ട്. ഈ വാശി എന്ന് പറയുന്ന സ്വഭാവം കുട്ടികൾ പഠിച്ച് വരുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേൺഡ് ബിഹേവിയർ ആണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി മൊബൈലിന് വേണ്ടിയിട്ട് വാശി പിടിക്കുന്നു, പാരന്റ്സ് കൊടുക്കുന്നില്ല, വീണ്ടും വാശി പിടിക്കുന്നു, നിലത്ത് വീണ് ഉരുളുന്നു, ഉരുണ്ട സമയത്ത് പാരന്റ്സ് കൊടുക്കുന്നു. അപ്പൊ കുട്ടി ലേൺ ചെയ്യാണ്, ഇത് കിട്ടും. അങ്ങനെ പല സമയങ്ങളിലായിട്ട് കുട്ടികൾ ആവശ്യപ്പെട്ട പല കാര്യങ്ങളും ചെയ്തു കൊടുത്ത് കിട്ടാതെ വരുമ്പോൾ കാണിക്കുന്ന പ്രശ്നങ്ങളാണ്. പാരന്റ്സ് ആണ് കൃത്യമായിട്ട് അറിയുണ്ടാവേണ്ടത് കുട്ടികളുടെ ബിഹേവിയർ മാറ്റാൻ വേണ്ടിയിട്ട്. പാരന്റ്സ് മാത്രമല്ല, വീട്ടിലുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യണം, അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ കുട്ടികൾ വാശി പിടിക്കുമ്പോൾ ചെയ്തു കൊടുക്കുന്ന ശീലമെങ്കിൽ അത് പെട്ടെന്ന് നിർത്തണം. അതേപോലെ തന്നെ പാരന്റ്സ് സ്ട്രോങ് ആവുക എന്നുള്ളതാണ് അതിന്റെ പരിഹാരം. പാരന്റ്സ് ബിഹേവിയർ മാനേജ്മെന്റ് പഠിക്കും. അതേപോലെ തന്നെ കുട്ടികൾക്ക് പല സ്കില്ലും കുറവുണ്ടാവും. ആ സ്കില്ലുകൾ എങ്ങനെ അച്ചീവ് ചെയ്യണം, എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളത് അതിനുള്ള ട്രെയിനിങ് കുട്ടിക്കും കിട്ടിക്കഴിഞ്ഞാൽ വരെ ബിഹേവിയർ ഇഷ്യൂസ് മാറ്റാൻ പറ്റും. നമ്മൾ സാധാരണ നാട്ടിൽ പറയാറുണ്ട്, അടക്കയാണെങ്കിൽ കയ്യിൽ വെക്കാൻ പറ്റും, കവുങ്ങായി കഴിഞ്ഞാൽ. അതേപോലെയാണ് ബിഹേവിയർ പ്രശ്നങ്ങൾ നമ്മൾ നേരത്തെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ മാറ്റാൻ പറ്റും.